മൈക്കിൾ എന്ന് പറഞ്ഞ പടം കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഹ്യൂജ് മൈക്കിൾ ജാക്സൺ ഫാനൊന്നും അല്ല, സത്യം, ടു ബി ഹോണസ്റ്റ്. സോ എനിക്ക് ഈ പടം കാണാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഞാനിതൊരു മ്യൂസിക്കൽ മൂവി ആയിരുന്നൊക്കെയാണ് വിചാരിച്ചത്. സോ അതുകൊണ്ടൊരു ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ടാണ് ഈ ഒരു പടം വേണോ വേണ്ടതെന്ന് വെച്ചിട്ടാണ് കണ്ടത്. പക്ഷേ ദിസ് മൂവി റിയലി വർക്ക്ഡ്. നല്ല നല്ല പടം, നൈസ് പടം. അതിൻ്റേതായ ഫ്ലോസ് സിനിമയിൽ അവിടെ ഇടയ്ക്ക് ഉണ്ടെങ്കിലും സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും ആലോചിക്കില്ല. നമ്മളൊരു ഒരു പ്രോപ്പർ ഒരു ബയോപിക് കാണുന്ന പോലെ, ഒരു പ്രോപ്പർ കൺസേർട്ടിന് പോയ പോലെയൊക്കെ ഉണ്ടാവും. ഞാൻ വിചാരിച്ചത് എൻ്റയർലി ഇതൊരു മ്യൂസിക്കൽ മൂവി എന്ന് പറഞ്ഞാൽ വെറുതെ പാട്ട് പാടുന്ന പരിപാടിയല്ല, കഥ തന്നെ പാട്ടായിട്ട് പാടും. ഈ പാട്ട് കുർബാനയില്ലേ, അതുപോലെ. ഈ അതായത് നമ്മൾ ലിറ്ററലി നോർമൽ കോൺവെർസേഷൻസ് പാട്ടായിട്ട് പാടുന്ന കുറേ പടങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ലാലാലാൻഡ്, ഡിസ്നിയുടെ കുറേ പടങ്ങളൊക്കെ ഉണ്ട്, ഈവൻ സ്പിൽബർഗിൻ്റെ പടമൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു മോഡ് ഓഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂവിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിന് ഒന്ന് മടിച്ചത്. പക്ഷേ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയല്ല ഈ പടം. ഇതൊരു കറക്റ്റ് ബയോപിക് പോലെ തന്നെയാണ് ഈ പടം എടുത്തുള്ളത്. പക്ഷേ അതിൻ്റേതായ ഫോൾട്ട് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഒരു ഒരു കംപ്ലീറ്റ് ഫീൽ നമുക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടില്ല. അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു ബയോപിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും ഇങ്ങേരുടെ ലൈഫ് സ്റ്റോറി എന്താണെന്ന് അറിയാം, ഇങ്ങേരുടെ അല്ലെങ്കിൽ ഇങ്ങേരെ പറ്റിയിട്ടുള്ള കോൺട്രിവേഴ്സീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാം. പക്ഷേ ഈ സിനിമ ഇത് ആളുടെ ഒരു റൈസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു 2 പാർട്ട് മൂവി പോലെയാണ് സിനിമ കൊണ്ട് എൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു 3rd ആക്ട് മുഴുവനായിട്ട് റീസ്ട്രക്ചർ ചെയ്ത് പൊളിച്ചടുക്കിയിട്ട് റീഷൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. കാരണം ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ, ഈ ഒരു പടത്തിൽ തന്നെ ഒരു ഒറ്റ പടമായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇങ്ങനെ അവരുടെ റൈസ് മാത്രമല്ല, പിന്നെ ലൈഫിൽ വന്നിട്ടുള്ള കുറേ ആ ഒരു കോൺട്രിബ്യൂഷൻസും ദെൻ അവസാന കാലഘട്ടത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു പടം കൊണ്ട് എൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ആളുടെ ഫാമിലിക്ക് എന്തോ പറ്റില്ല എന്ന്, അത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് പിന്നെ അത് റീസ്ട്രക്ചർ ചെയ്ത് റീഷൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പടം ഇറക്കിയിട്ടുള്ളത്. സോ അതിൻ്റേതായ പ്രശ്നം സിനിമ എൻഡ് ചെയ്യുമ്പോൾ ഒരു അങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു പടം കൊണ്ട് എൻഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമാണ് ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു നിയർ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. സോ ഒരു പെർഫെക്റ്റ് ബയോപിക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കണ്ടുകൊണ്ടിരിക്കും ആ ഒരു ജേണിയിൽ നമ്മൾ ഇങ്ങനെയുടെ ആ ഒരു ലൈഫ് സ്റ്റോറിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഇമ്മേഴ്സ്ഡ് ആയിപ്പോൾ എനിക്ക് ഈ ആളെ ഞാൻ പറഞ്ഞു, ഞാനൊരു ഹ്യൂജ് ഫാൻ അല്ലാത്തത് കൊണ്ട് ഞാൻ അത്ര ഇങ്ങോട്ട് ട്രാക്ക് ചെയ്തിട്ടില്ല. മൂപ്പരുടെ ആ ഒരു ലൈഫ് ഹിസ്റ്ററിയും അല്ലെങ്കിൽ ജേണിയും കാര്യങ്ങളൊന്നും എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ച് അറിയില്ല. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് അത് കണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് എത്രയൊക്കെ തന്നെ ഫാൻ അല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മൈക്കിൾ ജാക്സനെ പറ്റി കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ, മറ്റേ ത്രില്ലർ ആൽബത്തിലെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പോർഷനും മറ്റേ ബീറ്റിറ്റ് സോങ്ങും ഒരു ലൈഫിൽ ഒരു വട്ടെങ്കിലും ഒരു 90s കിഡ് ആണെങ്കിൽ നിങ്ങൾ 3 വാക്ക് ട്രൈ ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ടാവും. സോ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ചങ്ങായിനെ പറ്റി ഒന്നും അറിയില്ല, ഈവൻ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും ഈ സാധനങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ലൈഫിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മളുമായിട്ട് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലെ പല സാധനങ്ങളും നമുക്ക് ഗൂസ് ബംസ് വരുന്ന പരിപാടിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ഒരു പോപ്പ് സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഒരു റോക്ക് സ്റ്റാറിൻ്റെ ലൈഫ് സ്റ്റോറിയാണ്. അതിലിപ്പോൾ എത്ര ഗൂസ് ബംസ് വരാമെന്ന് പറയാൻ കാരണം, നമുക്കിപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് എപ്പോഴൊക്കെയോ നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു നൊസ്റ്റാൾജിക് ഫാക്ടർ ഉണ്ടാകും. നമുക്ക് കുറേ നമ്മൾ കേട്ട് പതിഞ്ഞിട്ടുള്ള കണ്ടു പതിഞ്ഞിട്ടുള്ള നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് ഒക്കെ നമ്മളിങ്ങനെ ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ, അതിൻ്റെ വന്ന വഴികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര അധികം കുറേ സമയത്ത് ഈ പടം ഇതുപോലെ പറഞ്ഞ പോലെ കുറേ സമയത്ത് ഗൂസ് ബംസ് വരുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് മേക്കിങ്ങിൽ തന്നെ കുറേ പിടിച്ചത്. നമ്മുടെ ആൻ്റോണി ഫുക്കുവാണ് സിനിമയുടെ ഡയറക്ടർ, നമ്മുടെ ഇക്വലൈസർ പടങ്ങളൊക്കെ എടുക്കുന്ന ഈ ഡയറക്ടർ ഇങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടില്ല. മൂപ്പരുടെ എല്ലാം ഒരു ആക്ഷൻ ബ്ലോക്ക് പടങ്ങളാണ്, ഒരു ക്രൈം ത്രില്ലർ മോഡിലുള്ള പടങ്ങളാണ് മൂപ്പർ ഇതുവരെ എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറാണ് മൂപ്പർ ട്രൈ ചെയ്തിട്ടുള്ളത്. അതിൽ 100% മൂപ്പർ വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം. ആൻഡ് ഈ ക്രിട്ടിക്സിന് എന്താ പ്രശ്നം എന്നറിയില്ല, ഇതിന് വളരെയധികം റേറ്റിംഗ് കുറവാണ്. പൊതുവേ ഭയങ്കര ബാക്ക്ലാഷാണ്, ഭയങ്കരധികം നെഗറ്റീവ് റിവ്യൂ ആണ് പുറത്ത്. അത് ഈവൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വന്നു. ഈവൻ വെള്ളിയാഴ്ച എന്താണ് സിനിമ ഇറങ്ങുന്നത്, ബുധനാഴ്ച തൊട്ടേ ഇതിനെ പറ്റിയിട്ടുള്ള മോശം അഭിപ്രായങ്ങളോ കേട്ടുകൊണ്ടിരുന്നത്. സോ ഇതെല്ലാം ഒരുപക്ഷെ കാണുന്ന ആൾക്കാരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഹ്യൂജ് ഫാൻ ആണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് അർമാദിക്കാനുള്ള എല്ലാം ഉണ്ട്. ഇതിനെപ്പറ്റി ഒന്നും അറിയാണ്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അത്ര വലിയ ഫാനൊന്നുമല്ല, എന്നിട്ട് പോലും എന്നെ ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. പ്രത്യേകിച്ച് ഇതിൽ ആ ഒരു ചെറിയ പയ്യനുണ്ട്, എമ്മാതിരി പെർഫോമൻസ് എന്ന് പറയും. ഈ നമ്മുടെ ജാഫർ ജാക്സനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അതിനേക്കാൾ ചെറുതായിട്ട് മൈക്കിൾ ജാക്സൻ്റെ വളരെ പ്രായമായിട്ടുള്ള കാണിക്കുന്ന ഒരു കുഞ്ഞി പയ്യൻ, ആളുടെ പയ്യൻ്റെ ആദ്യത്തെ പെർഫോമൻസ് എന്തോ ആണ്. മൂപ്പര് സിനിമയിൽ പയ്യൻ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് അവന് തോന്നിയിട്ട് പോലും ഉണ്ടാവില്ല. അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ ആ പോർഷൻസൊക്കെ കിട്ടില്ലായിരുന്നു. ജാഫർ ജാക്സൻ്റെ കാര്യം പിന്നെ പറയുകയുണ്ട. ഞാൻ ഇനീഷ്യലി എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ ഇത് എന്താവും കൊള്ളാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓൺ സ്ക്രീനിൽ വന്നപ്പോൾ വി വോണ്ട് സീ ജാഫർ ജാക്സൺ.
നമ്മൾ മൈക്കിൾ ജാക്സൺ അങ്ങനെ സ്ക്രീനിൽ കാണും, എല്ലാ മാനറിസവും എല്ലാ ആറ്റിറ്റ്യൂഡും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഫാൻസിനൊക്കെ ഇങ്ങനെ 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 പുളകാൻ കൊള്ളാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു റൈസ് മാത്രമാണ് കാണിച്ചു പോയിട്ടുള്ളത്. ഒരു നോർമൽ ഒരു ചെറിയ പയ്യൻ എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു ഒരു ലെജൻഡറി ഫിഗറായിട്ട് മാറിയത്, അല്ലെങ്കിൽ ഒരു ഐക്കോണിക് സ്റ്റാറായിട്ട് മാറിയത് എന്ന് കാണിക്കുന്ന ആ ഒരു ജേണി മാത്രം അവിടെ കൊണ്ടിങ്ങനെ ഇങ്ങനെ നിർത്തി പറയും, അങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തി. അങ്ങനെയാണ് ഈ പടം നിർത്തിയിട്ടുള്ളത്. സോ ഒരു പക്ഷേ ഇനി സെക്കൻഡ് പാർട്ട് വരുമെന്ന് എനിക്കറിയില്ല. വരുന്നൊക്കെ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ ഈ പടത്തിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സെക്കൻഡ് പാർട്ടിലൊക്കെ ഫുൾ അതായിരിക്കും. പക്ഷേ ഈ പടം ഇങ്ങനെ പോയി അവസാനമൊക്കെ എത്തുമ്പോഴേക്കും നമ്മളൊരു പ്രോപ്പർ കൺസേർട്ടിലിരിക്കുന്ന പോലെ ഉണ്ടാവും. ഒരു നല്ല പാക്ഡ് ആയിട്ടുള്ള ഒരു ക്രൗഡായിട്ടുള്ള തിയേറ്ററിലാണ്, ഒരു നല്ല സൗണ്ട് സിസ്റ്റവും നല്ല സ്ക്രീനിങ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു തിയേറ്ററിലാണ് നിങ്ങൾ കണ്ടിരിക്കുന്നതെങ്കിൽ ഇതൊരു ശരിക്കും ഒരു കൺസേർട്ട് കാണുന്ന പോലെ ഉണ്ടാവും. നമ്മളിപ്പോൾ അവസാനം ഒരു 2 സാധനങ്ങളൊക്കെ ഉണ്ട്, പൊളിയാണ്. സോ എന്നെ സംബന്ധിച്ച് നല്ലൊരു വാച്ച് തന്നെയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കാണണോ എന്നുള്ള താല്പര്യത്തോടെ ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ടാണ് ഞാൻ പോയതെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പടത്തിൽ. കണ്ടുവെക്കുക, കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.